എന്താണ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്? നമ്മുടെ ഇന്ത്യയിൽ 543 സീറ്റുകളിൽ 84 സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതുപോലെ തന്നെ 47 സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് സാറേ ഇങ്ങനെ ഒരു റിസർവേഷൻ? നമ്മുടെ തുല്യത അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തിന് ഇതിനെതിരല്ലേ എന്ന് പല മക്കളും ചോദിക്കാറുണ്ട്. ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞ് തുടങ്ങാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും 1-2 അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും 1-2 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് സ്കൂളിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുകയാണ് മക്കളെ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ചോദിക്കുകയാണ്, ടീച്ചർ ആ കുട്ടിക്ക് മാത്രം എന്തിനാണ് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ടീച്ചറുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. എന്താണ്? നിങ്ങളെ കൂടെ ആ കുട്ടിയെ കൂടി എത്തിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സമത്വം എന്ന ആശയം നമ്മൾ അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെയായിരിക്കും മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളെ ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന ആശയം ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അധിഷ്ഠിത വർഗ്ഗം അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ കൂടി എന്ത് ചെയ്യണം? മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ബോധഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലെങ്കിൽ സംവരണ മണ്ഡലം എന്ന ആശയം എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.